ഇന്ന് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. വൈകുന്നേരത്തെ ചായൻ്റെ കൂടിയും അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്നതെന്ന് പറയുമ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഈസിയുമാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഇതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന്. അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതാ സവാള നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. എല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. കുരുമുളകിൻ്റെ പൊടിയെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളകും പൊടികൾ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് വേവിച്ച് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷാക്കി എടുത്തതാണ്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ഇതാ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ മല്ലിയില കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1.5 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ആദ്യം 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുറച്ച് കട്ടിയിലാണ് ഉള്ളത്. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഈ കട്ടകളൊക്കെ ഒന്ന് ഉടയുന്ന രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക. ഒരുപാടങ്ങ് അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ബാറ്ററായിട്ട് കിട്ടും. അടിച്ചെടുത്ത ബാറ്റർ ഞാനിതാ ഇതുപോലൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒഴിച്ചെടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നോക്കുക. ബാറ്റർ തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കുറച്ചും കൂടെ വെള്ളം വേണം. ഇത്ര തിക്കിൽ നമുക്ക് വേണ്ട, കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ 1/2 കപ്പ് വെള്ളം മിക്സിൻ്റെ ജാറിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ലൂസിലാണ് കേട്ടോ നമ്മുടെ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ സ്പ്രെഡാക്കി കൊടുക്കുക. അതിനുശേഷം ഓരോ കയ്യിൽ വീതം മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കനം കുറച്ചിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റായി എന്ന് കാണുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ദോശ ഒരുപാട് മൊരിഞ്ഞു പോകണ്ട, ഈ ഒരു രീതിയിൽ ആകുമ്പോൾ എടുക്കുക. ഒന്ന് തിരിച്ചു മറിച്ച് വിട്ടിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. ഓരോ കയ്യിൽ മാവ് വീതം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കളറൊന്ന് ചേഞ്ച് ആയി എന്ന് കാണുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി. അങ്ങനെ മുഴുവനും ഇതുപോലെ ചുട്ടെടുക്കുക. അപ്പോൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഫില്ലിംഗ് എല്ലാം ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ടെടുത്ത ദോശയിൽ നിന്നും ഓരോന്നും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിംഗ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് ഫില്ലിംഗ് ഇതുപോലെ നടുവിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കന് പകരം മുട്ടൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടും ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മടക്കി കൊടുക്കുക. പിന്നെ ഈ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. അങ്ങനെ 4 ഭാഗത്തുനിന്നും മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ റെഡിയാക്കിയെടുക്കുക. നടുവിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് 4 ഭാഗത്തുനിന്നും മടക്കി കൊടുക്കുക. ഇങ്ങനെ ഒട്ടിക്കിട്ടും. ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ ദോശ ഒരുപാട് മൊരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒട്ടിക്കിട്ടൂല. അതുകൊണ്ട് നല്ലോണം മൊരിയുന്നതിന് മുമ്പായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിൽ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക്
1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആദ്യം നല്ലതുപോലെ ഇതെല്ലാം ചേർത്തിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു സ്നാക്ക് ഇതിൽ മുക്കി പൊരിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട മിക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക ഇതുപോലെ. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു സ്നാക്ക് ഉണ്ടല്ലോ, ബോക്സ് രൂപത്തിൽ ആക്കി വെച്ച ഫില്ലിംഗ് എല്ലാം നിറച്ചിട്ട് അത് ഓരോന്നും എടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ മുട്ടൻ്റെ ആ ഒരു മിക്സിലേക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ എത്ര എണ്ണാണോ വെക്കാൻ പറ്റുക അത്ര വെച്ചിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് റെഡിയാക്കിയെടുക്കാം. ഗീക്ക് പകരം നിങ്ങൾക്ക് ഓയിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ എങ്കിൽ ടേസ്റ്റ് കൂടുതൽ ഗീ ചേർക്കുമ്പോഴാണ്. ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളറെല്ലാം മാറി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മുട്ടയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. മുട്ട മുകളിൽ നമ്മൾ മുക്കിയെടുത്തതല്ലേ, അതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ ചെയ്യുക, തീ കൂട്ടി വെക്കരുത്. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. പിന്നെ ഇതാ ഈ 4 സൈഡും ഉണ്ടല്ലോ, അതും ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കുക. അന്നേരം ആ ഒരു ഭാഗവും നന്നായിട്ട് റെഡിയായി കിട്ടും. ഒരു 3-4 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് റെഡിയാക്കി എടുക്കുക കേട്ടോ. എന്നാലാണ് കുറച്ച് ക്രിസ്പി രൂപത്തിൽ നമുക്ക് ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ റെഡി ആയിട്ടാകുമ്പോൾ നമുക്ക് എടുത്ത് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും സെയിം രൂപത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം. കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് മുട്ടയിൽ മുക്കിയിട്ട് ഇത് വെച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ. അങ്ങനെ സ്നാക്ക് മുഴുവനും റെഡി ആയതിനു ശേഷം ഞാനിത് ഇതുപോലെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. ചൂട് ചായക്കൊപ്പം ചൂടോടെ കഴിക്കുക. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.